ഈ തമിഴ്നാട് രാഷ്ട്രീയവും സിനിമയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് അല്ലേ? തോന്നിയിട്ടില്ലേ? അതായത് വടിവേലു മുതൽ രജനീകാന്ത് വരെ ഇഷ്ടംപോലെ നടന്മാര്, അവർക്കൊക്കെ ഫാൻസുകൾ, അവർക്ക് വേണ്ടി ചാകാനും വെട്ടാനും കുത്താനും തീ കുളിക്കാനും ഒരുപാട് പേര്. സിനിമാ പ്രാന്ത് തലയ്ക്ക് പിടിച്ച ഒരു ജനത, ഒരു അഭേദ്യമായ ബന്ധമാണ് അല്ലേ? ഇപ്പൊ രാഷ്ട്രീയവും ഇപ്പൊ നമ്മളെ കേരളത്തിലിരിക്കുന്ന സമയത്ത് നമുക്ക് പറയാം, അവരെന്താണ് ഈ സിനിമാ സ്റ്റാറുകളിലേക്ക് പിടിച്ച് ആരാധിക്കുന്നത്, സിനിമാ സ്റ്റാറിന്റെ അങ്ങനെ രാഷ്ട്രീയത്തിൽ വരുന്നത്. നമ്മുടെ ഇവിടെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ല, മലയാളികൾ ഭയങ്കര പ്രബുദ്ധരാണെന്നൊക്കെ പറയും. പക്ഷെ അത് ആദ്യകാല രാഷ്ട്രീയം മുതൽ സിനിമാ സ്റ്റാറുകൾക്ക് വളരെയേറെ ബന്ധമുണ്ട്. എം ജി ആർ അല്ലേ, എം ജി ആറിന്റെ കാലഘട്ടം, അതുപോലെ തന്നെ ജയലളിത, കരുണാനിധി, മറ്റേ റീസെന്റ് ആയിട്ട് മറ്റേ കമലഹാസൻ, ശരത് കുമാർ, മറ്റേ ടി രാജേന്ദ്രൻ, ഭാഗ്യരാജ്, അങ്ങനെ ഒരുവിധം ഒട്ടുമിക്ക ആളുകളും മറ്റേ ഇതിലേക്ക് വന്നു, മറ്റേ രാഷ്ട്രീയത്തിലേക്ക് വന്നു, സിനിമാ ഫീൽഡിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ ശരിക്കും സിനിമാ ഫീൽഡിൽ ക്ലിക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് തന്നെയാണ്. അപ്പോൾ ഈ സിനിമാ സ്റ്റാറുകളും രാഷ്ട്രീയവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എവിടെ, തമിഴ്നാട്ടിൽ. അതിൽ ഇപ്പോൾ രജനീകാന്ത് എന്ന് പറഞ്ഞ നടനെ കുറിച്ച് പറയാം. അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ രസകരമാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എം ജി ആറിന്റെ സിനിമകൾ കണ്ടവർക്കറിയാം അല്ലെ, ശരിക്കും ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട ഒരു തൊഴിലാളി പോലെയായിരിക്കും. പിന്നെ കഴികളിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഉള്ള പടങ്ങളിലൂടെയാണ് എം ജി ആർ കയറി വന്നത്. ഏകദേശം രജനീകാന്തും ഏകദേശം അതേപോലെ തന്നെയാണ്. 85 ശേഷം അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാം ഏകദേശം ഒരേ കഥകൾ തന്നെയായിരിക്കും. മറ്റേ കഥാപാത്രങ്ങൾ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ, വില്ലൻ വ്യത്യാസം ഉണ്ടാവും, കഥയൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ കണ്ടിട്ടുണ്ടാകില്ല. അതായത് ഒരു കൂലി, അല്ലെങ്കിൽ ഒരു ഡ്രൈവർ, അല്ലെങ്കിൽ ഒരു ചുമട്ട് തൊഴിലാളി, ഒരു ഏഴ് കഥാപാത്രമായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ഒരു ഇന്റർവ്യൂലൊക്കെ ഏകദേശം ആകുന്നതിന് മുമ്പ് വില്ലനുമായിട്ട് ഭയങ്കര വാശിയും വില്ലനുമായിട്ട് വെല്ലുവിളിയായിരിക്കും. പിന്നെ വെല്ലുവിളിച്ചതിന് ശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പാട്ടുണ്ടാകുന്നുണ്ട്. ആ പാട്ടിലൊക്കെ ഒരു 3-4 വരികൾ, 7 കൊണ്ട് ഒരു 3-4 വരികൾ ഉണ്ടാവും, ശ്രദ്ധിച്ചിട്ടില്ല? പിന്നെ അതിനിടയിൽ നായിക ഗിമ്മിക്കള്, മറ്റേ സിനിമയ്ക്ക് വേണ്ട എല്ലാ കുന്ത്രാണ്ടവും ഉണ്ടാവും. പിന്നെ വില്ലനുമായിട്ട് മിക്കവാറും ഈ വില്ലന്റെ മകളായിരിക്കും ഈ നായിക എന്ന് പറയുന്ന കഥാപാത്രം. എല്ലാ സിനിമകളിലും ഏകദേശം പറഞ്ഞല്ലോ ഒരേ കഥ തന്നെയാണ്. പിന്നെ ഈ വില്ലനായിട്ട് ഒരു ചാലഞ്ച് ഉണ്ടാവും, ഒരു വെല്ലുവിളി ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ ക്യാരക്ടർ പെട്ടെന്ന് തന്നെ ഒരൊറ്റ പാട്ട് സീനിൽ തന്നെ ആള് കോടീശ്വരനായിട്ടുണ്ടാവും. പിന്നെ നായകന് കീറ പാന്റും കീറ ഷർട്ടും മറ്റേ ശരിയായിരിക്കും. പിന്നെ അവിടെ കോട്ടായി, പിന്നെ സിൽവർ സ്റ്റാർ സ്റ്റാലിൻ മോഡലായി ഡ്രസ്സിങ്. പിന്നെ ബീഡി വലിച്ച നായകൻ മറ്റേ അല്ല കഞ്ചാവ് മോഡലുള്ള സിഗരറ്റൊക്കെ ആയിരിക്കും വലിക്കുന്നത്, മ്യൂസിക് വേറെ. അപ്പൊ ഈ രീതിയിലാണ് കഥകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഏകദേശം 95 ഒക്കെ കഴിഞ്ഞപ്പോ ഈ രജനീകാന്തും ജയലളിതയും തമ്മിൽ ചെറിയ അംഗമായി. അപ്പൊ പിന്നീട് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളൊക്കെ ചെറിയ വ്യത്യാസം വന്നു. അതായത് മറ്റേ മറ്റേ അതൊക്കെ ഉണ്ട് എങ്കിലും ആ മെയിൻ ത്രെഡ് അങ്ങോട്ട് മാറാൻ തുടങ്ങി. അതായത് ഒരു വില്ലത്തി ക്യാരക്ടർ, അതായത് ഒരു സ്ത്രീ കഥാപാത്രം, ഒരു അഹങ്കാരിയായ, അത് ജയലളിതനെ ഉദ്ദേശിച്ചാണ് കേട്ടോ, അത് വേറെ കാര്യം. ഒരു വില്ലത്തിയായ, ഒരു അഹങ്കാരിയായ ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ടാവും. പിന്നെ ഈ കഥാപാത്രത്തിനെതിരായിട്ടായിരിക്കും ആള് നിലകൊള്ളുന്നത്. ആദ്യത്തിന്റെ രാഷ്ട്രീയ ഡയലോഗുകളൊക്കെ വേറെ. അതില് മറ്റേ പടയപ്പ, മറ്റേ മന്നൻ,
ഉഴയിപ്പാട്, അങ്ങനെയുള്ള കുറെ പടങ്ങള്. അതിലൊക്കെ ഒരു സ്ത്രീ, അഹങ്കാരിയായ ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ടാവും. പിന്നെ അതിന്റെ മേലെ മൂപ്പര് അതീശത്വം സ്ഥാപിക്കുന്നതായിരിക്കും പിന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടറാണ്. പിന്നെ ആ രീതിയിലൊക്കെ കഴിഞ്ഞു. പിന്നെ മൂപ്പര് വർഷത്തിലെ ഒരു പടവും 2 വർഷത്തില് ഒരു പടമൊക്കെ ആയി. മനസ്സിലായില്ല. പിന്നെ ഫാൻസുകൾ അപ്പോഴേക്കും രാഷ്ട്രീയത്തില് വരാൻ വേണ്ടിയിട്ട് പിഞ്ചിലും കാണാൻ അപേക്ഷിക്കലും കാല് പിടിക്കലും പാലാഭിഷേകവും നെയ്യഭിഷേകവും ഒക്കെയാണ് പിന്നെ ഉള്ള പരിപാടികൾ. അപ്പൊ അണ്ണൻ ഇതിനൊന്നും മൈൻഡ് ചെയ്യില്ല. മൂപ്പര് ഒരു പടം ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഹിമാലയത്ത് പോവും. പിന്നെ അവിടെ കഴിഞ്ഞ് അവിടെ കുറച്ച് ധ്യാനത്തിലൊക്കെ ഇരുന്ന് ഗുഹയിലൊക്കെ ഇരുന്നിട്ടായിരിക്കും പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞായിരിക്കും തിരിച്ചു വരിക. ആ ലെവലില് അണ്ണൻ്റെ നിന്ന് ഒരു വാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റേ മൈക്ക് കയറി കംപ്ലീറ്റ് 2 കൊല്ലം തപസ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ അണ്ണൻ 2 വാക്ക് സംസാരിക്കുള്ളൂ. ആ രീതിയിലായിരുന്നു പിന്നീടാണ് പോയത്. ഏത് സമയം അണ്ണന് രാഷ്ട്രീയ പ്രവേശനത്തിന് വരാന്നുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നു. പിന്നെയും കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോ ജയലളിത ശരിക്കും പിടിമുറുക്കി. ജയലളിത പിടിമുറുക്കിയെന്ന് മാത്രമല്ല, ഏറ്റവും അവസാന വാക്ക് എന്ന് പറയുന്നത് ജയലളിത തന്നെയായിരിക്കും. അണ്ണന് പിന്നെ ഒരു കാര്യം മനസ്സിലായി, സിനിമയിൽ മാത്രം തന്നെ ആ സ്ത്രീ കഥാപാത്രത്തിന്റെ മേലെ അതീശത്വം സ്ഥാപിക്കാൻ കഴിയുള്ളൂ. മനസ്സിലായി. റിയൽ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ജയലളിതനായത് പട്ടിണി അടിച്ച് കിട്ടും. അപ്പോ അണ്ണൻ രാഷ്ട്രീയം പതുക്കെ എപ്പോ വരും ഇതാ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള മോഡലുകളായിരുന്നു നിന്നുണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹം പതുക്കെ തനിക്ക് പറ്റിയ പണിയല്ല രാഷ്ട്രീയം എന്ന് അവസാനം തിരിച്ചറിഞ്ഞു. അതാ ജയലളിത അവിടെ നമ്പർ 1 നിൽക്കുകയാണ്. ഇവരുടെ മേലെ എന്തെങ്കിലും ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ അമ്മ പറഞ്ഞിട്ട് പിന്നാലെ ഓടണം. എന്ത് ഗിമ്മിക്ക് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ പിന്നെ അണ്ണൻ തനിക്ക് രാഷ്ട്രീയമല്ല നല്ലത്, പതുക്കെ അവിടുന്ന് പിന്നെ ആരോഗ്യവും ആൾക്ക് വീക്കായി. അപ്പൊ പിന്നെ ഇതങ്ങോട് ഒഴിവാക്കാം എന്ന് പറഞ്ഞിട്ട് അണ്ണൻ ലാസ്റ്റ് നിമിഷം ഫാൻസുകാരൊക്കെ ഇറങ്ങി അണ്ണൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം വന്നു. അണ്ണൻ പാർട്ടിയൊക്കെ ഉണ്ടാക്കി. അടുത്ത മൂപ്പന്റെ രംഗപ്രവേശം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് മൂപ്പര് വേഗം എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഞാൻ മറ്റേ സിനിമ ഇത് മാത്രമാണ് രാഷ്ട്രീയത്തില് ഇല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ അണ്ണൻ സിനിമയിലേക്ക് വീണ്ടും ശ്രദ്ധ കൊടുത്തു. ഇതിലൊരു രസകരമായൊരു കാര്യം, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഏകദേശം PDD പഠിക്കുന്ന കാലഘട്ടത്തില് തമിഴ്നാട് മറ്റേ ഒരു ടൂർ പോയിട്ടുണ്ടായിരുന്നു. ഊട്ടി, മധുര, അങ്ങനെ 2-3 കുറച്ച് സ്ഥലങ്ങൾ, കുற்றாലം, അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങള് കുറച്ച് ഫ്രണ്ട്സ് 8 ഫ്രണ്ട്സും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് രജനീകാന്ത് കത്തി നിൽക്കുന്ന സമയമാണ്. ഫാൻസുകള് വിധം രജനീകാന്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനുള്ള ഫാൻസുകാരും. അങ്ങനെ ഞങ്ങള് മറ്റേ കോയമ്പത്തൂർ എത്തി സിനിമയ്ക്ക് കയറാൻ വേണ്ടി ഇരുന്നു. അപ്പൊ രജനീകാന്തിന്റെ ഈ മുത്തു പറഞ്ഞ സിനിമ ഇറങ്ങിയൊരു ടൈമാണ്, റിലീസ് ടൈം. ഞങ്ങളൊരു 2-3 പേർക്ക് രജനീകാന്തിനെ നമുക്ക് പണ്ടുകാലം പോലെ നല്ല ഇഷ്ടമാണ്. ഇതിന്റെ ഗിമ്മിക്കുകളൊക്കെ ഇപ്പോഴും ഇഷ്ടമാണ്. മറ്റേ രജനീകാന്തിന്റെ പടത്തിന് പോകാന്നാണ് ഞങ്ങളൊരു 2-3 പേര് തീരുമാനിച്ചിട്ടായിരുന്നു. നമ്മളൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, അതിന്റെ പേര് പറയുന്നില്ല. അദ്ദേഹം മറ്റേ രജനീകാന്തിനെ അദ്ദേഹം കണ്ടുകൂടാ ആൾക്ക്. അദ്ദേഹത്തിന്റെ സ്റ്റൈലും അദ്ദേഹത്തിന്റെ കാട്ടിക്കൂട്ടിലൊക്കെ ആള് എപ്പോഴും ഒരു ഹാസ്യ രൂപത്തില് അവതരിപ്പിക്കുന്ന ഒരു കൂട്ടുകാരനാണ് അദ്ദേഹം. അപ്പുറത്തെ ഒരു ഇംഗ്ലീഷ് പടം കളിക്കുന്നുണ്ട്. ആ പടത്തിന് പോകണം എന്നായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹം. അങ്ങനെ ഞങ്ങളെ കൂടി പിരിയേറ്റി മുത്തു പറഞ്ഞ സിനിമ രജനീകാന്തിന്റെ ഭയങ്കര അദ്ദേഹം ആദ്യമായിട്ട് മറ്റേ രജനീകാന്തിന്റെ സ്റ്റൈല് കാണാന്നൊക്കെ പറഞ്ഞിട്ട് ആളെല്ലാം പിടിച്ച് വലിച്ച് ഞങ്ങളൊരു കോയമ്പത്തൂർ തിയേറ്ററിൽ സെക്കൻഡ് ഷോന് കയറി. അപ്പോൾ ആള് 1-2
അടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആൾക്ക് തീരെ വരാനും താല്പര്യമില്ല. അവിടെ ഇതിൽ ഇംഗ്ലീഷ് പടത്തിന് പോയിരുന്നു, അതായിരുന്നു ഇതായിരുന്നു ഇയാളുടെ പടം എന്നൊക്കെ പറഞ്ഞിട്ട് പറയി നിൽക്കുന്നത്. അങ്ങനെ മുത്തു സിനിമ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞിട്ടും രജനിന്റെ വരവ് കാണാനില്ല. ഏകദേശം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ഇൻട്രോ സീന് വരാൻ തുടങ്ങി. ഇനി അത് ഏകദേശം വരേണ്ട കണ്ടീഷനായി. അപ്പോൾ അദ്ദേഹം മറ്റേ ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ പാട്ട് സീനില് മറ്റേ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ ഒരുവൻ മുതലാളി എന്നുള്ള ആ പാട്ട് സീനിന്റെ മുമ്പിൽ ഇങ്ങനെ ആ എയറിലിങ്ങനെ വന്നിട്ട് ആ കുതിരയിൽ കാളവണ്ടിയിൽ കയറിയിരിക്കുന്ന സീനായിരുന്നു അദ്ദേഹത്തിന് കാണിക്കുന്ന സീന്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വരുന്ന സമയത്ത് തിയേറ്ററിലാവാൻ ബഹളവും ഭയങ്കര ഇതായിരുന്നു. നമ്മുടെ കൂട്ടുകാരന് ആ സഹി കിട്ടും, പിന്നെ അടിച്ച ബ്രാൻഡ് ഉണ്ടല്ലോ, ആ സാധനം കിക്കായിട്ട് കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് രജനീകാന്തിനെ കാണിക്കുന്ന സീനില് തമിഴും വരെ കൂടിയിട്ട് എല്ലാം കൂടി കടലാസും ഇതും ഒക്കെ വിളിച്ചെറിഞ്ഞിട്ട് ഒരേ തിയേറ്ററിൽ ഭയങ്കര അത് അന്ന് തിയേറ്ററിൽ പടം ഇറങ്ങിയിട്ട് 1-2 ദിവസം ആയിട്ടുള്ളൂ. അങ്ങനെ അണ്ണനെ കാണിച്ചു, ഭയങ്കര ഇതായി. പെട്ടെന്ന് തിയേറ്ററിൽ സൈലന്റ് ആയിരിക്കുകയാണ്. ബഹളത്തിൽ നിന്ന് കുറച്ച് സൈലന്റ് ആയി അടുത്ത ഡയലോഗ് കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കൂട്ടുകാരൻ്റെ വക ഡയലോഗ് സൈലന്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഇയാളുടെ സ്റ്റൈൽ കാണാനാ വയ്യാത്തത്. ഞാൻ ചങ്ങാതി എന്താ മനുഷ്യന്മാരിങ്ങനെ എയറിൽ വരുമോ, തമിഴന്മാർക്ക് തലയ്ക്ക് പ്രാന്താണ് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഉഗ്രം ഡയലോഗ്. ഞങ്ങള് വളരെ സൈലന്റ് ആയിരിക്കുകയാണ്. എന്താണ് ഇവന്റെ വർത്താനം കേട്ടിട്ട് അവിടെ ഫുൾ ആളുകൾ റഷായി നിൽക്കുക. പെട്ടെന്ന് തന്നെ മറ്റേ കൂട്ടം കേട്ടിട്ട് ഒരു തമിഴൻ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു വലിയൊരു വടിവാള് ഇതിന് പെടനിയിലുണ്ട്. ഇനി അതിന്റെ പടത്തിന് വന്നിരിക്കുകയാണ്. ഇദ്ദേഹം വേഗം പയ്യനെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ട് ആളിങ്ങനെ വരുത്തിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എന്തോ പറഞ്ഞു തമിഴിൽ. പിന്നെ ആള് അതുവരെ രജനീകാന്തിന് കുറ്റം പറഞ്ഞിട്ട് നടന്നതാണ്. പിന്നെ ആള് പടം കഴിയുമ്പോൾ വളരെ സൈലന്റ് ആയിട്ട് കയ്യും കെട്ടി ഇരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഇന്റർവെല്ലിന്റെ മൂപ്പറിനെ ഞങ്ങൾ വിളിച്ചു. ഇവിടെ മറ്റേ കുറച്ച് സ്നാക്സ് കഴിക്കാൻ വേണ്ടി തിയേറ്ററിൽ നിന്ന് വിളിച്ച സമയത്ത് അദ്ദേഹം വരുന്നില്ല. നിങ്ങളൊക്കെ പോക്കോ, ഞാൻ ഇവിടെ സൈലന്റ് ആയിരിക്കുകയാണ് പറഞ്ഞിട്ട് പടം കഴിയുമ്പോൾ ആളുടെ ശബ്ദം കേട്ടില്ല. രജനീകാന്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ കഥയാണ്, ഈ ഒരു റിയൽ സ്റ്റോറിയാണ് ഓർമ്മ വന്നത്. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്തതെന്ന് മാത്രം. അപ്പൊ തമിഴ്നാട് രാഷ്ട്രീയം ഇങ്ങനെയൊക്കെയാണ്. അവിടെ ഏത് ചോട്ട സ്റ്റാർ ആണെങ്കിലും ഏറ്റവും ബഡാ സ്റ്റാർ ആണെങ്കിലും അവർക്ക് ഫാൻസ് ഉണ്ടാവും. അതിനുവേണ്ടി തമ്മിൽ തല്ലി ചാകാൻ വേണ്ടിയിട്ട് ഒരു ടീമുകളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു രസകരമായ വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത രസകരമായ തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.